ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഇല്ലേ, 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഇല്ലേ, ആ ബേസിക് സയൻസ് പുസ്തകത്തിനകത്തുള്ള 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. 3ാമത്തെ ചാപ്റ്റർ. കുറേയേറെ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്, കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പക്ഷേ വളരെ കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളമുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അവിടെയുണ്ട്. ഈ കൂടുതൽ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിനകത്തേക്ക് കടക്കാം. മക്കളെ, ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത് പ്രകാശം എന്ന ആളിനെ കുറിച്ചിട്ടാണ്. പ്രകാശത്തെക്കുറിച്ച് പഠിച്ചിട്ട് വേണം നമുക്ക് ആ ചാപ്റ്ററിനകത്തുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ. മക്കളെ, ഏറ്റവും ആദ്യം പ്രകാശം എന്ന് പറയുന്ന ആള് ആരാണ്? ഈ പ്രകാശം എന്ന് പറയുന്ന ആള് ആരാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗമാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വികിരണമാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ന് പറയാം. എന്താ പറഞ്ഞേ? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗമാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വികിരണമാണ് എന്ന് നമുക്ക് പറയാം. ആര്? പ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രകാശം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് ഉദാഹരണമാണ്. അതായത് നിങ്ങൾ അല്ല വേണ്ട, അത് മതി, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഞാനത് വലിച്ചു നീട്ടി കാര്യങ്ങളെ വിപുലീകരിച്ചാൽ ഒരുപക്ഷെ സംശയം ഉണ്ടാവും. നമുക്ക് എന്ത് വേണമോ അത് മാത്രം പഠിച്ചാൽ പോരെ, എന്തിനാ നോക്കുന്നത്? അപ്പൊ പ്രകാശം എന്ന് പറയുന്ന ആള് ആർക്ക് ഉദാഹരണമാണ്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക്, പറഞ്ഞോടാ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വികിരണത്തിന് ഉദാഹരണമാണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇത് എന്താണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗമാണ് എന്നങ്ങ് പറഞ്ഞാലും മതി. ഓക്കെ അല്ലേ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പ്രകാശത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രകാശത്തിന് ഒരു തരംഗ സ്വഭാവം മാത്രമല്ല, ഒപ്പം എന്തിൻ്റെ സ്വഭാവം കൂടിയുണ്ട്? അവന് പാർട്ടിക്കിൾ സ്വഭാവം കൂടിയുണ്ട്. പാർട്ടിക്കിൾ സ്വഭാവം കൂടിയുണ്ട്, അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടേതായിട്ടുള്ള സ്വഭാവം കൂടിയുണ്ട് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് പാർട്ടിക്കിൾ നേച്ചർ? കണികകൾ കാണിക്കുന്ന കണികാ സിദ്ധാന്തം, പാർട്ടിക്കിൾ തിയറി, അല്ലെങ്കിൽ കണികകളുടെ സ്വഭാവങ്ങൾ കൂടി ആര് കാണിക്കുന്നു? പാർട്ടിക്കിള്. പദാർത്ഥങ്ങൾ വേണ്ട, നമുക്ക് കണികകൾ എന്ന രീതിയിൽ പറയാം. കണികകൾ, കണ്ടോ, കണികകൾ ഒരേ സമയം തരംഗത്തിന്റെ സ്വഭാവവും കണികകളുടെ സ്വഭാവവും കാണിക്കുന്നു. തരംഗം എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതും? വേവ്. കണ്ടോ, കണികകൾ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? പാർട്ടിക്കിൾ. അപ്പോൾ ഒരേ സമയം ഒരു വേവിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഒരു തരംഗത്തിന്റെ സ്വഭാവവും അതേസമയം ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ കണികകളുടെ സ്വഭാവവും കാണിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന പ്രകാശം എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇങ്ങനെയുള്ളതായ പ്രകാശത്തിന്റെ തരംഗ സ്വഭാവത്തിന് ഉദാഹരണമായ പ്രതിഭാസങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ പറയാൻ സാധിക്കുന്ന രണ്ട് പേരുകൾ ഇന്റർഫെറൻസ്. എന്താണ് ഇന്റർഫെറൻസ്? എന്താണ് ഇന്റർഫെറൻസ്? രണ്ടാമത്തത് ഡിഫ്രാക്ഷൻ. എന്താണ് ഡിഫ്രാക്ഷൻ? ഇങ്ങനെയുള്ള രണ്ട് സംഭവങ്ങളുണ്ട്. എവിടെ? പ്രകാശത്തിന്റെ തരംഗ സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഒന്നുകൂടെ, പ്രകാശത്തിന്റെ തരംഗ സ്വഭാവങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഇന്റർഫെറൻസ് എന്ന പ്രതിഭാസം, അതുപോലെ ഡിഫ്രാക്ഷൻ എന്ന പ്രതിഭാസം ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കണികകളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പരീക്ഷാ പ്രാധാന്യം അർഹിക്കുന്നതായ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയണം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയണം. എന്തെന്ന് പറയണം? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? മക്കളെ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരുന്നതോടൊപ്പം അതിനകത്ത് നിന്ന് നിങ്ങൾ അധികമായി ഈ ചാപ്റ്ററിൻ്റെ കിടപിടിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അധികം നോക്കണം എന്നുകൂടി മനസ്സിലാക്കണമല്ലോ. അതുകൂടി എൻ്റെ ലക്ഷ്യമാണ് ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗമാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളിൽ ഒരു തരംഗം, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളിൽ ഒരു റേഡിയേഷൻ, അതാണ് പ്രകാശം. ഈ പറയുന്ന പ്രകാശം എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ നമുക്കിതിനെ എന്തെന്ന് വിളിക്കാം? വിസിബിൾ ലൈറ്റ് എന്ന് വിളിച്ചു. ഈ വിസിബിൾ ലൈറ്റിനകത്ത് 7 കമ്പോണന്റ് കളറുകളുണ്ടല്ലോ. അവന്റെ പേരെന്താ? വിബ്, ജിയോർ എന്ന് പറയും. നമ്മുടെ മഴവില്ലിന്റെ കളറ് പറഞ്ഞില്ലേ,
അങ്ങനെയുള്ള ഈ പ്രകാശം അല്ലെങ്കിൽ ഈ പറയുന്ന ധവള പ്രകാശം അല്ലെങ്കിൽ പ്രകാശം എന്ന് പറയാവുന്ന ദൃശ്യപ്രകാശം എന്ന് പറയാവുന്ന ഇവന്റെ തരംഗ ദൈർഘ്യം എവിടെ മുതൽ എവിടെ വരെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് 400 നാനോമീറ്റർ മുതൽ എത്ര നാനോമീറ്റർ വരെയാ? 700 നാനോമീറ്റർ വരെയാ. അപ്പൊ 400 നാനോമീറ്ററിൽ തുടങ്ങി 700 നാനോമീറ്റർ വരെയുള്ള തരംഗ ദൈർഘ്യത്തിനുള്ളിലാണ് ഈ പറയുന്ന പ്രകാശം എന്ന് പറയുന്ന ആളുള്ളത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ധവള പ്രകാശം എന്ന് പറയുന്ന ആളുള്ളത്, അല്ലെങ്കിൽ എന്ത് വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന ആളുള്ളത്, അല്ലെങ്കിൽ ഈ 7 കളറുകൾ നിൽക്കുന്നത് ഇതിനുള്ളിലായിട്ടാണ്. ഇവിടെ ഒരു പ്രധാന കാര്യം, തരംഗ ദൈർഘ്യം 400 നാനോമീറ്റർ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് ആരെക്കുറിച്ചാണ്? വയലറ്റ് എന്ന ആളെ കുറിച്ചാണ്. തരംഗ ദൈർഘ്യം 700 നാനോമീറ്റർ എന്നാണെങ്കിൽ റെഡ് അല്ലെങ്കിൽ ആരായിരിക്കും അവിടെ വരിക? ചുവപ്പ് ആണ് അവിടെ വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചു വെച്ചോ. എന്തൊക്കെയാ പറഞ്ഞേ? പ്രകാശം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗമാണ്. പിന്നെന്താ പറഞ്ഞേ? അവിടെ തരംഗത്തിന്റെ സ്വഭാവവും കണികകളുടെ സ്വഭാവവും ആർക്ക് കാണിക്കാം? പ്രകാശത്തിന് ഒരേ സമയം കാണിക്കാം. അവിടെ ഇന്റർഫറൻസ് എന്നും ഡിഫ്രാക്ഷൻ എന്നും പറയുന്ന 2 പ്രതിഭാസങ്ങൾ ആർക്കുദാഹരണമാണ്? പ്രകാശത്തിന്റെ തരംഗ സ്വഭാവത്തിന് ഉദാഹരണമാണ്. കണികകളുടെ സ്വഭാവങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യം ഇതേ ഉള്ളൂ, അതാരാണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. ഇനി മനസ്സിലാക്കണം, 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്ററിനകത്ത് വരുന്നതായ തരംഗ ദൈർഘ്യത്തോട് കൂടി നിൽക്കുന്നതായ ആളുകളാണ് ആരെന്ന് പറയുന്നത്? ധവള പ്രകാശം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്ത്? ദൃശ്യപ്രകാശം എന്നൊക്കെ പറയുന്നത്. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കണേ. അങ്ങനെയുള്ള പ്രകാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കൊള്ളണേ. അപ്പോൾ എന്താണ് പ്രകാശത്തിൻ്റെതായ സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുമേ. ഞാൻ ഇതിനിടയിൽ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉദ്ദേശം ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് എന്നത്തേക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം? ഫീഡ് ആകണം. അതുകൊണ്ട് ഒരുപാട് വേണ്ട, കുറച്ച് കാര്യങ്ങൾ. അങ്ങനെയുള്ളതായ പ്രകാശത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞുതരാം, ഒരു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. പ്രകാശം എല്ലായ്പ്പോഴും നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കൂ. എന്താ പറഞ്ഞേ? പ്രകാശം എല്ലായ്പ്പോഴും നേർരേഖയിൽ മാത്രം സഞ്ചരിക്കുന്നതായ ഒരാളാണ്. നേർരേഖ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ പ്രകാശം എല്ലായ്പ്പോഴും നേർരേഖയിൽ മാത്രമായി സഞ്ചരിക്കുന്ന ഒരാളാണ്, സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമായി സഞ്ചരിക്കുന്ന ഒരാളാണ്. എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം കൂടി പറയാം. ഏതെങ്കിലും ഒരു വിധേന ഈ നേർരേഖ എന്ന് പറയുന്ന സ്വഭാവത്തിനകത്തൊരു മാറ്റം പ്രകാശത്തിൽ വരുമോ? വരും. പക്ഷെ അത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കണം. ഒരു പ്രകാശം നേർരേഖയിൽ പോവുക, ഏതോ ഒരു തടസ്സമുണ്ടായി എന്ന കാരണം കൊണ്ട് അതവിടെ ഇടിച്ചെന്ത് ചെയ്തു? തിരിച്ചു വരുന്നു. കണ്ടോ? തിരിച്ചു വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, തടസ്സമുണ്ടാകുന്നതിന് മുമ്പും തടസ്സമുണ്ടായതിന് ശേഷവും അതെന്തിൽ തന്നെയാ? നേർരേഖയിൽ തന്നെയാ. പ്രകാശം എല്ലായ്പ്പോഴും നേർരേഖയിലായിരിക്കും. പ്രകാശത്തിന്റെ വഴികളിൽ എവിടെയെങ്കിലും ഒരു തടസ്സം ഉണ്ടായി എങ്കിൽ ആ തടസ്സം കാരണം പ്രകാശത്തിന്റെ വഴിയിലൊരു മാറ്റം, പോകുന്ന വഴിയിലൊരു മാറ്റം വന്നേക്കാം. പക്ഷേ നേർരേഖാ സ്വഭാവം അതിനുശേഷവും എന്തു ചെയ്യപ്പെടും? ആവർത്തിക്കപ്പെടും. ഈ ഒരു കാര്യം കൂടെ അവിടെ പഠിക്കണം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നൊരു തടസ്സം. ഈ തടസ്സം എന്നത് ഇവിടെ ഒരു വസ്തു ഇരിപ്പുണ്ട് എന്ന് വിചാരിച്ചു. ഈ വസ്തുവിൽ നിന്നാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ ഈ വസ്തുവിൽ നിന്നാണ് നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ ആ വസ്തുവകകൾ ആരെല്ലാം? ഒരു പ്രകാശം വന്നൊരു വസ്തുവിന് മുകളിലേക്ക് വീഴുമ്പോൾ അവിടെ എന്ത് കാര്യങ്ങളൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. മക്കളെ, ഒന്ന്, പ്രകാശം എന്ന് പറയുന്നത് പൂർണ്ണമായും കടത്തിവിട്ടേക്കാം. പ്രകാശം എന്ന് പറയുന്നവനെ പൂർണ്ണമായും കടത്തിവിട്ടേക്കാം. അത്തരത്തിൽ പ്രകാശത്തിനെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുവകകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പേരന്റ് ഒബ്ജക്റ്റുകൾ. എന്താ പറഞ്ഞേ? ഇവിടെ ഒരു ഗ്ലാസ് ഞാൻ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ഗ്ലാസ് എന്ന് പറയുന്നത് എന്ത് വസ്തുക്കൾക്ക് ഉദാഹരണമാണ്? സുതാര്യ വസ്തു. എന്തുകൊണ്ടാ? പ്രകാശം വരുന്നു, പ്രകാശം കടന്ന് അതുവഴി ഇറങ്ങി അങ്ങ് അപ്പുറത്തേക്ക് പോകുന്നു എന്നതാണ് അവിടെ നടക്കുന്നതായ പ്രതിഭാസം. അപ്പൊ പ്രകാശം എന്ന് പറയുന്ന ആളിനെ പൂർണ്ണമായും കടത്തിവിടുന്നതായ വസ്തുവകകളെ വിളിച്ച പേര് എന്താണ്? ട്രാൻസ്പേരന്റ് ഒബ്ജക്റ്റുകൾ. എന്താ അത്? സുതാര്യ വസ്തുക്കൾ എന്ന് പറയും. പ്രകാശം പൂർണ്ണമായും കടന്നു പോകണം. പ്രകാശത്തിന്റെ ഊർജം എന്ന് പറയുന്നതായതിൽ ഒരു ചോർച്ചയും ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ അകത്തൂടെ കയറി ഇറങ്ങി പ്രകാശം പോകുന്നു എന്നാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ട്രാൻസ്പേരന്റ് ഒബ്ജക്റ്റുകൾ എന്ന പേരിട്ട് വിളിക്കും. ഇനി രണ്ടാമത്തത് നോക്കേ, ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ പറയുന്ന വസ്തുവകകളെ ഏതെങ്കിലും ഒരു കാരണവശാല് കടത്തിവിടുന്നില്ല. അതായത് പ്രകാശം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഒരു തടിയുടെ കഷ്ണമാണ് വെച്ചിരിക്കുന്നത്. പ്രകാശം വരുന്നു, പ്രകാശത്തിനെ
കടന്നു പോകാൻ സാധിക്കുന്നില്ല എന്ന കാരണമുണ്ട്. പ്രകാശത്തിന് കടന്നു പോകാൻ സാധിക്കോ? ഇല്ല. ഇവിടെ മൊത്തത്തിൽ എന്ത് ചെയ്തു വെച്ചേക്കുക? ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രകാശത്തിന് കടന്നു പോകാൻ പറ്റാത്തതായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതായ ഒരു വസ്തു, ആ വസ്തുവിനെ വിളിക്കുന്ന പേര് ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്നല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? അധാര്യ വസ്തുക്കൾ എന്ന് വിളിക്കാം. അതിനെ വിളിക്കുന്ന പേരെന്താ? അധാര്യ വസ്തുക്കൾ. എന്താ അധാര്യ വസ്തു? പ്രകാശത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതായ വസ്തുവകകളെ വിളിക്കുന്ന പേരാണ് അധാര്യ വസ്തുക്കൾ. എന്താ പറഞ്ഞേ? പ്രകാശത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതായ വസ്തുവകകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അധാര്യ വസ്തുക്കൾ. ഇനി ഈ പറയുന്ന രണ്ട് വസ്തുവകകളുടെയും ഇടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ടിന്റെയും ഇടത്തരം, അതായത് ഇവൻ അധാര്യ വസ്തുവിന്റെ കുറച്ച് സ്വഭാവവും കാണിക്കുന്നുണ്ട്, സുതാര്യ വസ്തുവിന്റെ കുറച്ച് സ്വഭാവം കാണിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന വസ്തുക്കളാണ് നിങ്ങൾ അവിടെ വെക്കുന്നതെങ്കിൽ പ്രകാശം കടന്നു വരുമ്പോൾ കുറച്ച് പ്രകാശം കടന്നു പോകും, കുറച്ച് പ്രകാശത്തിനെ തടസ്സപ്പെടുത്തും. ഇത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള വസ്തുവകകളെ വിളിക്കുന്ന പേര് എന്താണ്? അർദ്ധധാര്യ വസ്തുക്കൾ എന്നാണ്. എന്ത് പേരിട്ടാ വിളിക്കുന്നത്? അർദ്ധധാര്യ വസ്തുക്കൾ എന്ന പേരിട്ടാ വിളിക്കുന്നത്. എന്താ അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുക? ട്രാൻസ്ലസന്റ് ഒബ്ജക്റ്റുകൾ. പറഞ്ഞില്ലല്ലോ, പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെ വിളിക്കുന്ന പേര് ഒപ്പേക്ക് ഒബ്ജക്റ്റുകൾ എന്ന. അധാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? ഒപ്പേക്ക് ഒബ്ജക്റ്റുകളാ. പ്രകാശം കടത്തിവിടാത്ത ആളാ. എന്നാ പറ, പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നവനെ വിളിച്ച പേരെന്താ? അത് അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലസന്റ് ഒബ്ജക്റ്റുകൾ എന്ന. മക്കളെ, PSC പരീക്ഷകളിൽ ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ സർവ്വസാധാരണമായി ആവർത്തിച്ചു പോരുന്നതായ ചോദ്യങ്ങളാ. അങ്ങനെ ഇന്ന പരീക്ഷകളൊന്നില്ല. ഏത് പരീക്ഷകളിലും, പ്രത്യേകിച്ച് LD പരീക്ഷകളാകട്ടെ, LGS പരീക്ഷകളാകട്ടെ, ഇവിടെ എല്ലാം ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തികളുണ്ട് മക്കളെ. അപ്പോ ഞാൻ ഈ പറയുന്ന കാര്യം എന്തൊക്കെയാ പറഞ്ഞേ? പ്രകാശം പൂർണ്ണമായും കടന്നു പോകുന്നുവെങ്കിൽ അതിനെ ട്രാൻസ്പെയറന്റ് എന്നും, പ്രകാശം പൂർണ്ണമായി കടന്നു പോകുന്നില്ല എങ്കിൽ അതിനെ ഒപ്പേക്ക് അല്ലെങ്കിൽ അധാര്യ വസ്തു എന്നും, പ്രകാശം ഭാഗികമായാണ് കടന്നു പോകുന്നത് എന്നാണെങ്കിൽ അതിനെ ട്രാൻസ്ലസന്റ് എന്നുമാണ് പറയാറ്. ഇവിടെ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ തന്നിരിക്കുന്ന ചിത്രം കണ്ടോ? ഈ ചിത്രം എന്ന് പറയുന്നത് നിഴൽ പാവക്കൂത്ത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തന്നിരിക്കുന്നത്. നമ്മുടെ SSCERTയുടെ പാഠപുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം കാണാൻ സാധിക്കും. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കലാരൂപം ഉണ്ട് എന്നതല്ല ചോദ്യം, അത് വേറെ ഏതോ സബ്ജക്റ്റാ. ഇവിടുത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഇവിടെ സംഭവിക്കുന്നത് എന്ന കാര്യം. എന്താ ഇവിടെ വച്ചിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ആ നിഴല് ഉണ്ടാക്കുന്നതായ വസ്തുക്കൾ, അതായത് ഈ ഇരിക്കുന്ന ആ പെൺകുട്ടിയുടെ ചിത്രവും ആ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രവുമായി ഉണ്ടാകുന്നതായ ആ ഒരു സാഹചര്യം, അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകത എന്താണ്? ആ വസ്തുവകകൾ, അതായത് ഈ ഉപയോഗിക്കുന്ന പാവക്കൂത്തിന് ഉപയോഗിക്കുന്ന ആ പാവയുടെ നിഴൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ആള്, നിഴല് ആ ആൾ എന്തായിരിക്കും? ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആയിരിക്കും. കണ്ടോ? അല്ലെങ്കിൽ അതെന്തായിരിക്കും? ഒരു അധാര്യ വസ്തുവായിരിക്കും. ആരാണ്ട? അതൊരു അധാര്യ വസ്തുവായിരിക്കും. അവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ? അധാര്യ വസ്തുക്കളുടെ അല്ലെങ്കിൽ ഒപ്പേക്ക് ഒബ്ജക്റ്റുകളുടെ, രണ്ടും ഒന്ന് തന്നെയാണ്, അർത്ഥം രണ്ടും ഒന്നാ, ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് മലയാളം എന്നാ. അപ്പോൾ ഒപ്പേക്ക് ഒബ്ജക്റ്റുകൾക്ക് മാത്രമാണ് എന്തുണ്ടാക്കാൻ സാധിക്കുന്നത്? നിഴലുകളെ ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിഴലുകളെ ഉണ്ടാക്കുന്നതായ വസ്തുവകകളാണ് അധാര്യ വസ്തുക്കൾ. അപ്പോൾ അധാര്യ വസ്തുക്കളുടെ ഒരു പ്രോപ്പർട്ടി പറയാൻ പറഞ്ഞാൽ ആര് വരും? അധാര്യ വസ്തുക്കളുടെ പ്രോപ്പർട്ടി പറയാൻ പറഞ്ഞാൽ അവിടെ എന്തുവരും? അധാര്യ വസ്തുക്കളുടെ പ്രോപ്പർട്ടിയിൽ ഷാഡോ അല്ലെങ്കിൽ നിഴൽ എന്ന് പറയുന്നത് വരും. അപ്പൊ അവിടെ മറ്റൊരു ചോദ്യം ഉണ്ടാകും. എന്താ? ഈ പറയുന്ന നിഴല് രൂപപ്പെടുന്നതായ ഒപ്പേക്ക് ഒബ്ജക്റ്റുകൾ, ഇവയുടെ ഈ ഒരു പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതായ ഒരു സംഭവം, ഒരു കലാരൂപം താഴെ കാണിക്കുന്നതിൽ ഏത് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒരു ചോദ്യം വരാം. നിഴൽ പാവക്കൂത്ത്. ഓർത്തു വെച്ചേക്കണേ, ടെക്സ്റ്റിൽ പറയുന്നതായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഓതന്റിസിറ്റി ഭയങ്കരമാണ്. അതുകൊണ്ട് പരീക്ഷകൾക്ക് ഈ പറയുന്ന മേഖലയിൽ നിന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ്. ഇനി പറഞ്ഞോ, ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അധാര്യ വസ്തുക്കളുടെ പ്രോപ്പർട്ടിയാണ് എന്ത്? നിഴലുകൾ ഉണ്ടാക്കുക, നിഴലുകളെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സുതാര്യ വസ്തുക്കൾക്ക് എന്തുണ്ടാകാനുള്ള കഴിവുണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഈ പറയുന്ന നിഴലുണ്ടാക്കാനുള്ള കഴിവ് സുതാര്യ വസ്തുക്കൾക്ക് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കും. ഈ ഒരു മേഖല ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ റീസൺ, ഇവിടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ വന്നാലോ എന്ന കാരണം കൊണ്ടാണ്. കാര്യം വളരെ ലൈറ്റർ വെർഷനിൽ ചോദിക്കാവുന്ന ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളെ നമുക്ക് ഇവിടുന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. വളരെ മിതമായ ഒരു ഹെൽപ്പുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ നിസ്സാരം എന്ന് തോന്നുന്ന ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. നമ്മളത് ഏതെങ്കിലും ഒരു വിധേന നമ്മൾ മാറ്റി നിർത്തിയിട്ട് ബാക്കി
ബാക്കിയുള്ളവയെയാണ് നമ്മൾ നോക്കി പോകുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പണി കിട്ടും. അപ്പം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? നമ്മളിവിടെ പറഞ്ഞതായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. നമ്മൾ പ്രകാശത്തെക്കുറിച്ച് പറഞ്ഞു. പ്രകാശം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയുള്ളതായ ആ ഒരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗത്തിന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉദാഹരണമാണ് പ്രകാശം. ഈ പറയുന്ന പ്രകാശത്തിന്റെ പ്രധാന സ്വഭാവങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞു, ഇവൻ എല്ലായ്പ്പോഴും സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നേർരേഖയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് മുമ്പിൽ ഒരു തടസ്സം വന്നാലോ, തടസ്സം വന്നാൽ വഴി വ്യത്യാസം വരും. പക്ഷേ തടസ്സത്തിന് മുമ്പും ശേഷവും അവൻ എന്തായിരിക്കും? നേർരേഖയിൽ തന്നെയായിരിക്കും. പറയണം, ഞാൻ ആ എടുത്തു പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിച്ചോണം. ഇനി എന്താ പറഞ്ഞേ? പ്രകാശത്തിന് ഒരേ സമയം എന്തിൻ്റെയൊക്കെ സ്വഭാവങ്ങൾ കാണിക്കാൻ സാധിക്കും? ആ തരംഗത്തിന്റെ സ്വഭാവം കാണിക്കാൻ സാധിക്കും. അതേ സമയം തന്നെ കണികാ സ്വഭാവവും കാണിക്കാൻ സാധിക്കും, പാർട്ടിക്കൽ നേച്ചറും കാണിക്കാൻ സാധിക്കും. ശരിയല്ലേ? തരംഗത്തിന്റെ സ്വഭാവത്തിന് ഉദാഹരണങ്ങളായിട്ട് നമ്മൾ ആരെയൊക്കെ പറഞ്ഞു? ഇന്റർഫറൻസ് എന്ന് പറയുന്നതിനെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത ആളാരാ? ഇന്റർഫറൻസ് പോലെ തന്നെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു. ഇനി കണികാ സ്വഭാവം എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ആരെ പഠിച്ചത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നതിനെ പഠിച്ചത്. മക്കളെ, ഇവിടെ വേറെ കുറേ സാധനങ്ങളുണ്ട്, ഞാൻ അതൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. എന്നാലും അറിയാമെന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പാർക്ക് ആയിക്കോട്ടെ എന്ന രീതിയിൽ ക്രോംപ്റ്റൺ എഫക്റ്റ് ഒക്കെ ഈ പറയുന്ന കണികാ സിദ്ധാന്തത്തിന് ഉദാഹരണമാണ്. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ റാങ്ക് ഫയലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ളതായ ഓർഡർ ഒന്നും ഞാൻ കീപ്പ് ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. കൃത്യമായിട്ടും ഈ പറയുന്ന ടെക്സ്റ്റിനകത്ത് ഈ തന്നിരിക്കുന്ന ഓർഡർ എന്താണോ അത് തന്നെയാണ് എൻ്റെ ഓർഡർ. ആ ഓർഡറിൽ പോകുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റും. അത് മാത്രമല്ല, ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തെളിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിലവിൽ നിങ്ങൾ 5ാം ക്ലാസ്സിലല്ല പഠിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതായ സാഹചര്യം ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പഠിക്കുക എന്നതാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു SSCRT പാഠപുസ്തകത്തിനെ സമീപിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേമുകൾ എന്താണെന്ന് ഒന്ന് വിപുലീകരിച്ച് പഠിച്ചുകൊണ്ട് ആ ടെക്സ്റ്റ്, ആ ഒരു ചാപ്റ്റർ കവർ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ, ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇതിനൊരു ഉദാഹരണമാണ്. ഇതിനാ കണികാ സ്വഭാവത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു. ഇനി ഞാൻ വേറൊരു കാര്യം ഇവിടെ കൂട്ടിച്ചേർത്ത് തരാം. പരീക്ഷയ്ക്ക് ഈ പറയുന്ന പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടതായ ഒരു ടോപ്പിക്കിനെ ഞാൻ ഇവിടെ കൂട്ടിച്ചേർത്ത് തരാം. നമ്മൾ അങ്ങനെ ഇച്ചിരി ഇമ്മണിയും വെച്ചോണ്ട് പോകുന്ന പരിപാടിയില്ല. പഠിക്കുമ്പോൾ നല്ലതുപോലെ പഠിക്കും, വേണ്ടുന്നത് മാത്രം പഠിക്കും. അങ്ങനെ വേണ്ടുന്ന ഒരു സാധനമാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. മക്കളെ, പ്രകാശത്തിന്റെ വേഗതയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. എന്താ? ഒരു പ്രകാശത്തിന്റെ വേഗതയാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇതെല്ലാം SCRT-ക്കകത്തുള്ളതാ കേട്ടോ. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വേഗത എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് ഒന്നുകിൽ വായു അല്ലെങ്കിൽ എന്തായിരിക്കും? ഇത് നമ്മൾ പറയും വാക്യൂം എന്ന് പറയും കേട്ടോ. VACWM. വാക്വത്തിന്റെ സ്പെല്ലിംഗ് കണ്ടോ? ശൂന്യത. വാക്വത്തിന്റെ ഇംഗ്ലീഷ് ആണ്. ഞാൻ ആ സ്പെല്ലിംഗ് തെറ്റാതിരിക്കാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ശൂന്യത. അപ്പോൾ ഒന്നുകിൽ വായുവിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഒരു കാര്യം കൂടെ, പ്രകാശത്തിന് എന്താണ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന പരമാവധി വേഗത എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാലും ശൂന്യതയിലാണ്, അല്ലെങ്കിൽ വായുവിലാണ്. അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ഏറ്റവും കൂടിയ വേഗത എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എങ്കിൽ പ്രകാശത്തിന് മറ്റുള്ള വസ്തുക്കളിൽ വേഗതയിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? അതായത് വായുവിലുള്ള വേഗതയായിരിക്കില്ല ദ്രാവക അവസ്ഥയിലിരിക്കുന്ന വസ്തുക്കൾക്കുള്ളിലൂടെ എന്ന് മനസ്സിലായില്ലേ? അത് തന്നെയല്ല ഖരപദാർത്ഥങ്ങൾക്കുള്ളിലൂടെ എന്ന് മനസ്സിലായില്ലേ? എന്നാൽ കുറച്ച് എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. എക്സാമ്പിളിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് ശൂന്യതയിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. പറയുന്ന ശ്രദ്ധിക്കണേ, ശൂന്യതയിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത ആളെ പഠിച്ചു. 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് ദ്രാവകം, വെള്ളം. അടുത്തത് വെള്ളത്തിനകത്തുള്ളതാണ്. 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇത് എവിടെയാണെന്നറിയോ? ഗ്ലാസ്. ഇനിയുണ്ടടാ 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. പ്രകാശത്തിന്റെ സ്വഭാവങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഈ പറയുന്ന 4 കാര്യങ്ങൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഇത് പലതവണയായി ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എവിടെയാ? ശൂന്യതയിൽ. 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എവിടെയാ? വെള്ളം, ദ്രാവകത്തിൽ. ഇനി എന്താ? ദ്രാവകമല്ല, വെള്ളം, അതാണ് ഉദ്ദേശം. വാട്ടറിനകത്ത്. അടുത്ത എന്താ? 2 × 10⁸ എവിടെയാ വരുന്നത്? ഗ്ലാസിൽ. 1.25
25 × 10⁸ ഇതെവിടെയാ വരിക? ഇത് വരുന്നത് ഡയമണ്ട്. ഇതെവിടെയാടാ വരുന്നത്? ഡയമണ്ട്. എവിടെയാടാ വരുന്നത്? ഡയമണ്ട്. വജ്രത്തിനകത്തുള്ള വേഗതയാണ്. ഇനി ഇവിടുന്ന് ബേസിക് ആയിട്ട് ഒരു കാര്യം കൂടെ പഠിച്ചോ. പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ സാന്ദ്രതയാണ്. ആരാണ്? സാന്ദ്രത, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കൂടാ? ഡെൻസിറ്റി. ഒരു വസ്തുവിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശം കടന്നു പോകുന്നതായത് ഏത് വഴിയിൽ കൂടിയാണ്, ആ വസ്തുവിന്റെ ഡെൻസിറ്റി എന്താണോ അതിനനുസരിച്ച് പ്രകാശത്തിന്റെ വേഗതയിൽ അതിൻ്റെതായ മാറ്റം ഉണ്ടാകും കേട്ടോ. അതുകൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചു. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ മുഴുവനും കടന്ന് ഇവിടെ വന്നു. പ്രകാശം എന്ന് പറയുന്നത് ഒരു വസ്തു എന്ന് പറയുന്നത് പ്രകാശത്തിന് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ പ്രകാശവുമായി ഏത് രീതിയിലുള്ള ഒരു ബന്ധമാണ് ഒരു വസ്തുവിനുള്ളത് എന്നത് മനസ്സിലാക്കി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി വസ്തുവകകൾ എത്ര തരത്തിലുണ്ട്? 3 തരത്തിൽ. ഏതാടാ? ട്രാൻസ്പെയറന്റ് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സുതാര്യ വസ്തുക്കൾ. രണ്ടെന്താ നമ്മൾ പറഞ്ഞ? ഒപ്പേക്ക് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അതാര്യ വസ്തുക്കൾ. ഇനി എന്താ നമ്മൾ പറഞ്ഞ? അർദ്ധധാര്യ വസ്തുക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ട്രാൻസ്ലസന്റ് ഒബ്ജക്റ്റുകൾ ഉണ്ട്. അത് 3ാമത്തെ തരം. പ്രകാശം കടത്തിവിട്ടാൽ അത് സുതാര്യം, പ്രകാശം കടത്തിവിട്ടില്ലെങ്കിൽ അത് അതാര്യം. ഇനി എന്താ പറഞ്ഞ? നിഴൽ പാവക്കൂത്ത് നടക്കാനുള്ള കാരണം ഒരു വസ്തുവിന്റെ ഒപ്പേക്ക് നേച്ചറാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ അതാര്യതയാണ് അതിന്റെ കാരണം. അതായത് അതാര്യ വസ്തുക്കൾക്ക് എന്തിനുള്ള സ്വഭാവമുണ്ട്? നിഴലുകളെ ഉണ്ടാക്കാനുള്ള സ്വഭാവമുണ്ട്. സുതാര്യ വസ്തുക്കൾ നിഴലുണ്ടാക്കുമോ? ഒരു തരത്തിലും സുതാര്യ വസ്തുക്കൾ നിഴലുകളെ ഉണ്ടാക്കില്ല. ഈ ഒരു കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായും പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളാണ്. എന്താ? സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. മക്കളെ, സൂര്യഗ്രഹണം, പേരിൽ സൂര്യനുണ്ട്, ഉണ്ടെങ്കിൽ അതാരായിരിക്കും? സോളാർ എക്ലിപ്സ് ആയിരിക്കും കേട്ടോ. സൂര്യഗ്രഹണം എന്നാണ്. സൂര്യഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താണ്? സോളാർ എക്ലിപ്സ്. മക്കളെ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ചിത്രം കൊടുത്തേക്കുന്നത് കണ്ടോ? ഇവിടെ സൂര്യൻ, അതുപോലെ ഭൂമി, ഇതിനിടയിൽ ആര്? ചന്ദ്രൻ. ഒരു കാര്യം മനസ്സിലാക്കണം, സൂര്യന്റെ പ്രകാശമാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെ സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യത്തിനിടയിൽ ഈ പറയുന്ന ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കയറി നിൽപ്പുണ്ട് എന്നാണെങ്കിൽ, ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ കയറി നിൽപ്പുണ്ട് എന്നാണെങ്കിൽ ചന്ദ്രന്റെ നിഴൽ എവിടെ വന്ന് വീഴും? ചന്ദ്രന്റെ നിഴൽ എവിടെ വന്ന് വീഴും? ദാണ്ട വീണാണ്ടോ? ഭൂമിയിൽ വന്ന് വീഴും. ശരിയല്ലേ? ചന്ദ്രന്റെ നിഴൽ എവിടെ വന്ന് വീഴും? ഭൂമിയിൽ വന്ന് വീഴും. ഒന്നുകൂടെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞതെന്ന് ആലോചിച്ചോ. ഒന്നുകൂടെ നോക്കിക്കോണേ. എന്തൊക്കെയാ പറഞ്ഞേ? സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നു. അതും ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളതിന് പ്രസക്തിയുണ്ട്. നേർരേഖയിലാണ്. അതായത് ഈ പറയുന്ന സൂര്യനും ഈ പറയുന്ന ചന്ദ്രനും ഈ പറയുന്നതായ ഭൂമിയും നേർരേഖയിലാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നതിനിടയിൽ ചന്ദ്രൻ കയറി നിൽപ്പുണ്ട് എന്നാണെങ്കിൽ എന്തു ചെയ്യും? ചന്ദ്രന്റെ നിഴൽ എന്ത് ചെയ്യൂടാ? പാതിയിൽ വരും. കണ്ടോ? ഭൂമി ചന്ദ്രന്റെ നിഴൽപാതിയിൽ വരും. അതായത് കണ്ടോ, ഭൂമി ചന്ദ്രന്റെ നിഴൽപാതിയിൽ വരും എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ നിഴൽ വന്ന് ഭൂമിയിലേക്ക് വീഴുന്നു എന്നർത്ഥം. മനസ്സിലായോ? ചന്ദ്രന്റെ നിഴൽ എവിടെ വന്ന് വീഴും? ഭൂമിയിലേക്ക് വീഴും. അങ്ങനെയാണെങ്കിൽ ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ വന്ന് പതിക്കുകയും നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്നും നോക്കുമ്പോൾ സൂര്യനെ കാണാനും സാധിക്കത്തില്ല. അപ്പോൾ സൂര്യനെ കാണാതിരിക്കണമെങ്കിൽ എവിടെ ഇരുന്ന് നോക്കണം? സൂര്യനെ കാണുവാൻ പാടില്ല എന്നാണെങ്കിൽ എവിടെ ഇരുന്നു കൊണ്ട് നോക്കണം? ഈ സ്ഥലത്തിരുന്നു കൊണ്ട് നോക്കണം. കാര്യം എന്താ? ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോഴായിരിക്കും ഈ ഒരു നേർരേഖാ പ്രതിഭാസം നമുക്ക് കിട്ടുക കേട്ടോ. ആ ഒരു നേർരേഖ എന്ന രീതിയിൽ ഒരു പ്രതിഭാസം നമുക്ക് അവിടെ നടത്തിയെടുക്കാൻ പറ്റുക. അങ്ങനെ ആ ഭൂമിയിൽ ആ ചന്ദ്രന്റെ നിഴല് വന്ന് വീഴുന്നതായ ആ പ്രദേശം ഏതാണോ അവിടെ ഇരുന്നു കൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അവിടെ ഇരുന്നു കൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആരെ കാണാൻ സാധിക്കില്ല? ഈ പറയുന്ന സൂര്യനെ കാണുവാൻ സാധിക്കില്ല. അപ്പൊ സൂര്യനെ കാണുവാൻ സാധിക്കുന്നില്ല. ഇതിനെ വിളിച്ച പേരാണ് എന്ത്? സൂര്യഗ്രഹണം. എന്താടാ വിളിച്ചേ? ഇതിനെ വിളിക്കുന്ന പേരാണ് സൂര്യഗ്രഹണം. ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, അത് കഴിഞ്ഞ് ഭൂമിയുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. SME കണ്ടോ? സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നതിനിടയിൽ മൂൺ കയറി വരും. കണ്ടോ? സോളാർ എക്ലിപ്സ് എന്ന് പറയുന്ന എസിന്റെയും ഇയുടെയും ഇടയിൽ ആര് കയറി വരും? എം കയറി വരും. കണ്ടോ? അപ്പൊ എന്തായി? സണ്ണ് എർത്തിന്റെയും ഇടയിൽ എന്ത് വന്നു? മൂൺ കയറി വന്നു. സൂര്യനും ഭൂമിക്കും ഇടയിൽ എന്ത് വന്നു? മൂൺ കയറി വന്നു. ചന്ദ്രൻ കയറി വന്നു. അങ്ങനെ വന്നത് കൊണ്ട് ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ വന്ന് വീണു. എവിടെയാണോ വന്ന് വീഴുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സൂര്യനെ നോക്കിയാൽ എനിക്ക് സൂര്യനെ കാണാൻ സാധിക്കത്തില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാവേ. ഇനി നമുക്കിവിടെ മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ സൂര്യഗ്രഹണം അല്ലെങ്കിൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ട് എന്നൊരു കാര്യം കൂടെ പഠിക്കണം. ഇനി നമുക്ക് പഠിക്കേണ്ടതായ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പ്രധാനമായും സൂര്യഗ്രഹണം എത്ര തരത്തിലുണ്ട് എന്നുള്ളതാണ്. 3 തരത്തിലാണ് സൂര്യഗ്രഹണം ഉള്ളത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് 3 എന്നാണ്. ശരിക്കും 3 എന്ന് പറയുമെങ്കിലും 4 ഉണ്ട്. പക്ഷെ ചോദിക്കുമ്പോൾ നിങ്ങൾ 3 എന്ന് എഴുതിയാൽ മതി. കാരണം ഇവിടെ 4ാമത്തെ ആളെന്ന് പറയുന്നത് ഹൈബ്രിഡ് എന്ന രീതിയിലാണ് പറയാറ്. എന്താണ് ഹൈബ്രിഡ് സൂര്യഗ്രഹണം എന്നാണ് പറയാറ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഹൈബ്രിഡ് എന്ന് ഇവിടെ പറയുമ്പോഴും ഈ ഹൈബ്രിഡിൻ്റെ സ്വഭാവം ഈ പറയുന്ന 3 പേരിൽ 2 പേരെ എടുത്തുകൊണ്ടുണ്ടാക്കുന്ന പുതിയൊരു രീതിയാണ്. അപ്പോൾ പുതിയ രീതി എന്നല്ല, ആ ഹൈബ്രിഡിൻ്റെ സമയത്ത് ഈ പറയുന്ന 2 പേര് കണ്ടോ, ഇതിനകത്തടങ്ങിയിരിക്കുന്ന ഏതോ 2 പേരുടെ സ്വഭാവം അതിലുണ്ട്. ആ ഒരു രീതിയിലാണ് പറയുന്നത്. അത് ഏതാണെന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അതിനകത്ത് എന്തായാലും പൂർണ്ണം പിന്നെ ആനുലാർ എന്നൊക്കെ പറയും. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകും, നിങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. എന്താണ് ഇവിടെ 2 രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പക്ഷേ അത് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല. സോളാർ എക്ലിപ്സ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ എന്താണ് സൂര്യഗ്രഹണം എന്ന് പറയുന്ന സാധനം എല്ലായ്പ്പോഴും ഡേ ടൈമിലായിരിക്കും നടക്കുന്നത്. ഏത് സമയത്താണ് നടക്കുന്നത്? ഡേ ടൈമിലായിരിക്കും നടക്കുന്നത്. അതായത് രാവിലെ സമയങ്ങളിലായിരിക്കും. ഓക്കെ അല്ലേ? അതുകൂടി ഒന്ന് പരിഗണിച്ച് വെച്ചേക്കാം കേട്ടോ. ഏത് സമയത്തായിരിക്കും നടക്കുക? ഡേ ടൈമിലായിരിക്കും നടക്കുന്നത്. ഈ ഒരു പോയിന്റ് കൂടെ ഇവിടെ നിന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. കാര്യം ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെല്ലാം ഞാൻ ഈ പറയുന്നതിനകത്തുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മുകളിലോട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ സൂര്യഗ്രഹണം പ്രധാനമായും എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം. ഇനി ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും എന്ത് ചെയ്യപ്പെടണം? അവിടെ സൂര്യൻ എന്ന് പറയുന്ന ആളെ ആര് മറയ്ക്കണം? ചന്ദ്രൻ മറയ്ക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായി? പൂർണ്ണമായും ചന്ദ്രൻ മറയ്ക്കുന്നുവെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? പൂർണ്ണ സൂര്യഗ്രഹണം. ഇനി വലയ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു റിംഗ് ഓഫ് ഫയർ പോലെ കാണും. റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചന്ദ്രന് പൂർണ്ണമായും സൂര്യനെ മറയ്ക്കാൻ സാധിക്കത്തില്ല. പക്ഷേ സൂര്യൻ്റെ കുറച്ച് ഭാഗങ്ങൾ വെളിയിലേക്ക് നിൽക്കും. അതൊരു വലയം, ഒരു റിങ് പോലെയായിരിക്കും നമുക്ക് തോന്നുക. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിച്ചത്? വലയ സൂര്യഗ്രഹണം എന്ന് വിളിച്ചത്. ഇനി ഭാഗികം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ സൂര്യൻ്റെ കുറച്ച് ഒരു ചന്ദ്രക്കല പോലെ, കണ്ടോ, ഒരു ചന്ദ്രക്കല പോലെ കുറച്ച് ഭാഗത്തിനെ സൂര്യൻ മറച്ചു നിർത്തും. ബാക്കിയുള്ളതെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുമായിരിക്കും. അങ്ങനെയാണെങ്കിലാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഭാഗിക സൂര്യഗ്രഹണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 3 രീതിയിലുള്ള സൂര്യഗ്രഹണങ്ങളുണ്ട്. സൂര്യഗ്രഹണം എല്ലായ്പ്പോഴും ഡേ ടൈമിലായിരിക്കും നടക്കുന്നത് എന്നൊന്ന് പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ചന്ദ്രഗ്രഹണങ്ങൾ നടക്കുന്നത് പ്രധാനമായിട്ട്. ഇനി നമുക്ക് പഠിക്കേണ്ട ചന്ദ്രഗ്രഹണം കേട്ടോ. ഈ ചന്ദ്രഗ്രഹണത്തിനകത്തേക്ക് വരുമ്പോൾ, ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമല്ലോ. അതായത് ചന്ദ്രനാണ് അവിടുത്തെ മെയിൻ, ശരിയല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കിയടാ, ചന്ദ്രന്റെ പലതരത്തിലുള്ള സ്ഥാനങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ സൂര്യൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. സൂര്യനിൽ നിന്നുള്ള പ്രകാശങ്ങൾ നേരെ എവിടേക്ക് എത്തുന്നുണ്ട്? ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ആ ഭൂമിയിലേക്ക് വന്ന് വീഴുന്നതായ പ്രകാശം അതെന്താ ഭൂമിയുടെയും അപ്പുറത്തും. ഇവിടെ നോക്കിക്കോണേ, എസ് എം എന്നാ വരുന്നത് കേട്ടോ. സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നതിന്റെ നടുക്ക് മൂണാണ് വരുന്നത്. ഇനി എന്താ പറഞ്ഞേ? സോളാർ എക്ലിപ്സ് അല്ല, ലൂണാർ എക്ലിപ്സ് ആണെങ്കിൽ സണ്ണിന്റെയും മൂണിന്റെയും ഇടയിൽ ആരാ വരുന്നത്? എർത്താ വരുന്നത്. ഇവിടെ എന്ത് സംഭവിക്കും? ഈ പറയുന്ന സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ വീഴുകയും ഭൂമിയുടെ നിഴൽ എവിടെ വന്ന് വീഴുകയും ചെയ്യും? ചന്ദ്രനിൽ വന്ന് വീഴുകയും ചെയ്യും. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞേ? ഭൂമിയുടെ നിഴൽ എവിടെ വന്ന് വീഴുകയും ചെയ്യും? ചന്ദ്രനിൽ വന്ന് വീഴുകയും ചെയ്യും. ഭൂമിയുടെ നിഴൽ എവിടെ വന്ന് വീഴും? ചന്ദ്രനിൽ വീഴും. ഭൂമിയുടെ നിഴൽ എവിടെ വന്ന് വീഴും? ചന്ദ്രനിൽ വീഴും. അപ്പോൾ മനസ്സിലാക്കി എന്താണ്? സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വരുമ്പോൾ കണ്ടോ, ഇവിടെയും നമ്മൾക്ക് പറയണം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഈ പറയുന്നവരെല്ലാം തന്നെ നേർരേഖയിലായിരിക്കണം. അത് മാത്രമല്ല ഭൂമിയായിരിക്കണം 2 പേരുടെയും ഇടയിൽ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഭൂമിയുടെ നിഴൽ പോയി എവിടെ പതിക്കും? ചന്ദ്രനിൽ പതിക്കും. ഈ സമയത്ത് നമുക്ക് ആരെ കാണാൻ സാധിക്കില്ല? ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ സൂര്യഗ്രഹണമാണെങ്കിൽ ആരെ കാണാൻ സാധിക്കത്തില്ല? നമ്മൾ പറഞ്ഞ് സൂര്യനെ കാണുവാൻ സാധിക്കില്ല. ചന്ദ്രഗ്രഹണമാണെങ്കിൽ ചന്ദ്രനെ കാണുവാൻ സാധിക്കത്തില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ ലൂണാർ എക്ലിപ്സ്. ഇത് സാധാരണഗതിയിൽ നടക്കുന്നത് ഏത് സമയത്ത് എന്ന് ചോദിച്ചാൽ നൈറ്റ് ടൈമിലായിരിക്കും നടക്കുക. ഏത് സമയത്തായിരിക്കും മക്കളെ? നൈറ്റ് ടൈമിലായിരിക്കും ഇത് സാധാരണ നടക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി പറയാം, എന്താണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ള അധിക പോയിന്റുകളിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു സോളാർ എക്ലിപ്സിനെ കുറിച്ചാണ്. സൂര്യഗ്രഹണത്തെക്കുറിച്ചാണെങ്കിൽ ഇത് എപ്പോഴും ഏത് സമയത്താണ് നടക്കുക? ഡേ ടൈമിൽ. ഇനി എന്താ പറഞ്ഞേ? ലൂണാർ എക്ലിപ്സ് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നതാണെങ്കിൽ അതെല്ലായ്പ്പോഴും ഏത് സമയത്താണ് നടക്കുന്നത്? അത് നൈറ്റ് ടൈമിൽ, രാത്രി സമയങ്ങളിൽ. കണ്ടോ, സോളാർ എക്ലിപ്സ് ഡേ ടൈം, ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ഏത് സമയം? നൈറ്റ് ടൈം. സോളാർ എക്ലിപ്സ് ഡേ ടൈം, ലൂണാർ എക്ലിപ്സ് നൈറ്റ് ടൈം. കണ്ടോ? ഇനി
എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. ഇനി നമുക്ക് പറയണം, ഈ സോളാർ എക്ലിപ്സ് നടക്കുന്നത് ഒരു ന്യൂ മൂൺ ഡേയിലായിരിക്കും. ന്യൂ മൂൺ ഡേ, മലയാളത്തിൽ നമ്മൾ അതിനെ അമാവാസി ദിവസം എന്ന് പറയും കേട്ടോ. ഈ പറയുന്ന എന്താണ് സോളാർ എക്ലിപ്സ് നടക്കുന്നത് ഒരു ന്യൂ മൂൺ ഡേയിലായിരിക്കും. ഈ ലൂണാർ എക്ലിപ്സ് ഫുൾ മൂൺ ഡേ എന്ന് പറയും കേട്ടോ. ഫുൾ മൂൺ ഡേ, പൂർണ്ണ ചന്ദ്രൻ ഉണ്ടാകുന്ന ആ ദിവസം ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിക്കോ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഇവിടുന്ന് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചോ. ഇത് ചിലപ്പോൾ ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും പഠിച്ചാൽ അത്രയും നല്ലതാണ്. ഈ സാധാരണഗതിയിൽ ഒരു സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു 2 മുതൽ 5 തവണ വരെ നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് പരമാവധി 2 അല്ലെങ്കിൽ അതിനോടടുത്തുള്ളത് അതേ നടക്കൂ. അതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണപഥവും ഈ പറയുന്ന ചന്ദ്രൻ്റെ ഭ്രമണപഥവും തമ്മിൽ ഏകദേശം 5 ഡിഗ്രിയുടെ ചരിവ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ ചരിവിൻ്റെ വ്യത്യാസമുണ്ട്. ഭൂമിയേക്കാൾ 5 ഡിഗ്രി ചരിവ് കൂടുതലാണ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിന്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 വട്ടമൊക്കെ എന്തുണ്ടാകുള്ളൂ, ഈ പറയുന്ന ലൂണാർ എക്ലിപ്സ് നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിരിക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മുഴുവനായും പഠിക്കും, മനസ്സിലാക്കും എന്നൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളത് ചോദിക്കും എന്നെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ പറയുന്നതായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഫീഡ് ചെയ്ത് വെക്കുകയും സമയാസമയങ്ങളിൽ ഇതെല്ലാം ആവർത്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. ഏതൊരു പരീക്ഷയാണെങ്കിലും ആ പരീക്ഷയുടെ ഏറ്റവും പ്രധാന വഴി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് കൃത്യമായി പഠിക്കുന്ന കാര്യങ്ങളെ റിവൈസ് ചെയ്യുവാനുള്ളതായ സമയങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. അതൊന്നുകിൽ ഒരു ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ. ആദ്യ സമയങ്ങളിലൊക്കെ അതിനിടയിലുള്ള ഗ്യാപ്പ് ചെറുതും പിന്നീട് ഒരേ സാധനത്തിനെ തന്നെ പിന്നീട് ആവർത്തിച്ച് പറയുമ്പോൾ ആ ഗ്യാപ്പ് കുറഞ്ഞു വരും. അതായത് ഒരു ദിവസം ഇന്നാണെങ്കിൽ പിന്നെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ 2 ദിവസം കൂടുമ്പോൾ, പിന്നീട് ദിവസങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ തവണകളൊക്കെ കൂടി വരുമ്പോൾ ഇന്ന് പഠിച്ച സാധനത്തിന് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കും പിന്നീട് റിവൈസ് ചെയ്യുന്നത്. ആ ഒരു പരുവത്തിലേക്ക് വരെ നിങ്ങളെ കൊണ്ട് എത്താൻ പറ്റണം. നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല മക്കളെ. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മുമ്പോട്ടേക്ക് കരകയറി വരിക. പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടി ഏറ്റവും ആദ്യം തന്നെ വന്ന് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി കേട്ടോ. ബൈ.